ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഇതൊരു സോഫ സെറ്റിൻ്റെ സൈഡ് റിങ്ങാണ്. ഇത് ഈട്ടിത്തടിയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സിമ്പിളായിട്ട് ഒരു കെയർവിങ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഭാഗിച്ചെടുക്കാം. ഒരേപോലെ ഇതുപോലെ ഭാഗിച്ച് എടുക്കണം. ഇതിപ്പോൾ നമ്മളിത് അതിൻ്റെ അളവെടുത്തിട്ട് ഇത് ഭാഗിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ സിമ്പിളായിട്ട് ഡിസൈൻ വരയ്ക്കുന്നതും അത് കൊത്തുന്നതും ഒക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, നമ്മൾ ആ റിങ്ങിനെ ഇതുപോലെ ഭാഗിച്ചെടുത്തെടുത്തു നിന്ന് നമ്മളിതുപോലെ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു ചുരുൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഈ ചുരുളിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് അടുത്ത കളം ആയിട്ട് നമ്മൾ തിരിച്ചേക്കുന്നതിൻ്റെ അവിടെ ചെയ്യേണ്ടത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചുരുൾ ഇതുപോലെ വരയ്ക്കുക. ഓക്കെ, ഇതൊരു സിമ്പിളായിട്ട് ഒരു മെത്തേഡാണ് നമുക്കിത് ഈ ഡിസൈൻ വരയ്ക്കാനായിട്ടുള്ളത്. ഇങ്ങനെ കുറേ മെത്തേഡുകളുണ്ട്, അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള ഈ ഒരു മെത്തേഡ് പഠിക്കാം. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഈ ചുരുളുകൾ ഇതുപോലെ വരച്ചെടുക്കുക. ഇത് നിങ്ങൾക്ക് പറ്റുന്നൊരു കാര്യമാണല്ലോ. ഓക്കെ, അപ്പോൾ ആ റിങ്ങിന് നമ്മൾ ആ ചുരുളുകൾ ഫുള്ളായിട്ട് വരച്ച് എടുത്തിരിക്കുകയാണ് മുഴുവനായിട്ടും. കണ്ടോ? ഇനി നമുക്ക് ഇതിൻ്റെ ഈ ചുരുളുകളുടെ ഇടവശം ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഇതൊരു നല്ല ഡിസൈനായിട്ട് മാറുന്നത്. അതിൻ്റെ ഒരു സിമ്പിൾ മെത്തേഡാണിത്. ഇതുപോലെ ഒരു 3 ലീഫിൻ്റെ ഇതുപോലെ അങ്ങ് ആ ഒരേട ഇതുപോലെ ഫില്ല് ചെയ്യുക. അടുത്ത് നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ ഒരു ലീഫിട്ട് ഫില്ല് ചെയ്യുക. ഇത് തന്നെയാണ് ഫുള്ള് എല്ലായിടത്തും വരുന്നത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഈ ഡിസൈൻ വരച്ച് പോകാൻ പറ്റും. ഇതുപോലെ തന്നെ ഈ ഇടകൾ ഇതുപോലെ ഫില്ല് ചെയ്ത് പോവുക ചുറ്റിന്. ഓക്കെ, ഫ്രണ്ട്സ്, നമ്മളിപ്പം ഇങ്ങനെ കാണുമ്പോൾ ഇതൊരു ഭയങ്കര വലിയ ഡിസൈനാണ് നമുക്ക് തോന്നുമെങ്കിലും നമ്മളിത് സിമ്പിളായിട്ട് എങ്ങനെയാണ് വരയ്ക്കാമെന്ന് നമ്മളിപ്പം പഠിച്ചിരിക്കുകയാണ് അല്ലേ. നമുക്കിനി ഇത് കൊത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കീച്ചുളി. ഈ ഉളി കൊണ്ടാണ് നമ്മൾ ആദ്യമേ ഇത് അടിച്ചെടുക്കുന്നത്. ഇതൊരു അലുമിനിയത്തിൻ്റെ കൊത്തുകൂടിയാണ്. അപ്പോൾ ഈ ഉളിക്ക് പിടിയില്ലാത്തതുകൊണ്ട് ആണ് നമ്മൾ ഈ അലുമിനിയം കൊത്തുകൂടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള അടി കിട്ടും. നമുക്ക് നല്ല രീതിയിൽ കീച്ചുളി അടിച്ചെടുക്കാൻ പറ്റും. ഈ കൊത്തുപണിക്ക് പ്രധാനമായിട്ടും നമ്മൾ കീച്ചുളി അടിച്ച് കറക്റ്റാക്കി എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കീച്ചുളി അടിക്കാനായിട്ട് നമ്മൾ അലുമിനിയം കൊത്തുകൂടിയാണ് ഉപയോഗിക്കുന്നത്. പിടിയിട്ടുള്ള ഉളിയെ നമുക്ക് അല്ലാതെ തടിയുടെ കൊട്ടുകൂടി വെച്ച് ഉപയോഗിക്കാം. അപ്പം ഞാനിപ്പം ഇങ്ങനെയാണ്, ഇതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്, പിടിയില്ലാത്തതാണ്. പിടി വെക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റായിട്ട് നമുക്ക് ഇതുപോലെയുള്ള അടി കറക്റ്റായിട്ട് കിട്ടും. പിടി ഒരു കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് അടിച്ചു കഴിയുമ്പോൾ മാറിപ്പോയി കഴിയുമ്പോഴത്തേന് അതിൻ്റെ നമുക്കൊരു ബാലൻസ് കുറവ് കിട്ടും. അതേ സമയത്ത് ഇതുപോലുള്ള ഉളികളാണെങ്കിൽ, പിടിയില്ലാത്ത ഉളിയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഈ റിങ് കീച്ചുളി അടിച്ച് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് അത്യാവശ്യം ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ താത്തുകൊണ്ട് ഇതെങ്ങനെ ഭംഗിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഇതൊരു ലെവൽ ഉളിയാണ്. ഈ ഉളിയും കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിതുപോലെ ഒരു 2 ലീഫും ഒരു ചുരുളുമാണ് ഈ ഡിസൈൻ ഫുള്ളായിട്ട് പോയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഈ ഒരു ലീഫിൻ്റെ ഈ ഒരു ഭാഗം നമുക്കിതുപോലെ സ്ട്രെയിറ്റ് ഉളിക്ക് ഇതുപോലെ ഒന്ന് എടുത്തു കൊടുക്കും. അത് ആ വരുത്തം നോക്കി വേണം നമ്മളെപ്പോഴും കൊത്താനായിട്ട്. ഈ നീളത്തിൽ ഈ ഗ്രെയിംസ് ഇല്ലേ, അതാണ് വരുത്തം എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കി വേണം നമ്മളെപ്പോഴും ഉളികൾ ഇതുപോലെ വെക്കാനായിട്ട്. അപ്പോൾ പൊളിയാതെ നമുക്ക് നല്ല പക്കയായിട്ട് കിട്ടും.
ഇതൊരു പാത്തി ഉളിയാണ്. അപ്പോൾ ഈ ചുരുളിൻ്റെ പുറകുവശം ഇതുപോലെ അടിച്ചെടുക്കുന്നതുകൊണ്ട് ഈ ചുരുളിനൊരു എഫക്റ്റ് കിട്ടും. എന്നുവെച്ചാൽ ഒരു പോളിഷൊക്കെ ചെയ്യുമ്പോഴാണെന്ന് പറഞ്ഞാലും നല്ല നമുക്കൊരു എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും. അതിനാണ് ഈ ചുരുളിൻ്റെ ഈ പുറകുവശം ഇതുപോലെ എടുക്കുന്നത്. നമ്മൾ ഈ 2 ലീഫും ഈ ചുരുളും അതിൻ്റെ എഫക്റ്റ് കൊണ്ടുവന്നേക്കുന്ന എങ്ങനെയാണെന്ന് നോക്കി പഠിക്കുക. നമ്മൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ താത്തിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ഈ ഒരു ഡിസൈൻ്റെ ഈ ഒരു ചുരുള്, ഈ ലീഫ് ഇത്രയാണ് നമ്മൾ ഈ ഒരു ഫുൾ ഡിസൈന് വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കുന്ന ഭാഗങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഏതാനും കുറേ ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ താത്തെടുത്ത് ഇത് ചെയ്യുന്നത്. അതായത് ഈ ഭാഗം താത്തിട്ടുണ്ട്, ഈ ഒരു ഭാഗം താത്തിട്ടുണ്ട്, ഈ ഭാഗം, പിന്നെ ഈ ലീഫിൻ്റെ തന്നെയാണ് ഈ ഭാഗം, അതിൻ്റെ ഇവിടവും താത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ താത്ത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ഈ ലീഫ് കുഴിക്കാം, ഇതിൻ്റെ പുറം കുഴിക്കാം, ഇത് റൗണ്ടാക്കാം. അപ്പോൾ നമ്മളിത് ചെറിയ കീച്ചുളി വെച്ചിട്ടാണ് ഇനി ഇത് ഫിനിഷ് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, നമ്മളിതിൻ്റെ ഭംഗി കൊണ്ടുവരുന്നത് ഇതുപോലെ ചെറിയ കീച്ചുളി വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ വരകൾ ചെറുതായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനെ ഭംഗി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് നോക്കുക. നമ്മളിത് ചെറുതായിട്ട് ഒരു ഇടകളൊക്കെ എടുത്ത് മാത്രം ചെയ്തേക്കുന്നൊരു ഡിസൈനാണ്. പക്ഷേ ഈ ചെറിയ കീച്ചുളി അടിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഭംഗി നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.